2018 പ്രളയത്തിൽ PS രഘുവിന്റെ എറണാകുളം നോർത്ത് പറവൂരിലെ വീട്ടിലേക്ക് അവശനിലയിൽ ഒരു നായ ഒഴുകിയെത്തി. മൃഗങ്ങളെ ഏറെ സ്നേഹിക്കുന്ന രഘു അതിന് ആദ്യം ഭക്ഷണവും വെള്ളവും നൽകി, പിന്നെ മതിയായ ചികിത്സയും. മരണത്തിന്റെ വക്കിൽ നിന്നും അവൻ ജീവിതത്തിലേക്ക് രഘുവിനൊപ്പം നടന്നു കയറി. അന്നു മുതലുള്ള കൂട്ടാണ്. സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന രഘു അവന് സാഗർ ഇലിയാസ് ജാക്കി എന്ന് പേരിട്ടു. അപ്പോൾ കിട്ടുന്ന സമയത്ത് അവന് കുറേ അസുഖങ്ങളുണ്ടായ അസുഖം മീൻസ് വെള്ളത്തിൽ 2-3 ദിവസം കിടന്ന് ഒഴുകി വന്നതിൻ്റെ ഇങ്ങനെ അപസ്മാരം പോലെ വരിക വായെന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവരും ഇത് ഭയന്നു, വല്ല പേയല ഇതാണോ എന്നൊക്കെ ഭയന്ന് എല്ലാവരും അവനെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ അവനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ട്രീറ്റ്മെൻറ്റ് നടത്തി. അങ്ങനെ അന്ന് മുതൽ 6 വർഷമായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ജീവി ഈ ലോകത്ത് നായ മാത്രമേ ഉള്ളൂ. പിന്നീട് എറണാകുളത്ത് നിന്നും രഘുവും കുടുംബവും തൃശൂർ നെട്ടിശ്ശേരിയിലേക്ക് എത്തിയപ്പോഴും ജാക്കി കൂടെയുണ്ടായിരുന്നു. പ്രായാധിക്യവും ശാരീരിക അവശതകളും ബാധിച്ച നായ കഴിഞ്ഞ മാസം 24-ന് ഏവരെയും വിട്ടുപിരിഞ്ഞു. അവനോടുള്ള സ്നേഹസൂചകമായാണ് ഈ വിരുന്ന്. ജാക്കിയെ അറിയുന്നവരെയെല്ലാം രഘു വീട്ടിലേക്ക് ക്ഷണിച്ചു. അവനെ അടക്കം ചെയ്തിരുന്ന ഇടത്ത് ആദ്യം പുഷ്പാർച്ചന നടത്തി. വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു അത്. ജാക്കിയോടുള്ള സ്നേഹസൂചകമായിരുന്നു സ്നേഹവിരുന്ന്. അവൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. പിന്നെ തെരുവിലുള്ള മക്കൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം അവർക്ക് ഡോഗ്സിന് കൊടുക്കാൻ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ തിരഞ്ഞെടുത്തു. എല്ലാവരും കൂടി തീരുമാനിച്ചു. അവൻ്റെ സ്നേഹം എന്നും മനസ്സിലുണ്ടാവും, അവൻ്റെ ഓർമ്മ മനസ്സിലുണ്ടാവും. രഘുവും ബെല്ലയും ജാക്കിയും ഒന്നിച്ച് ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ട്. ബെല്ലയ്ക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ജാക്കി. താൻ നൽകിയ സ്നേഹത്തിൻ്റെ എത്രയോ ഇരട്ടി ജാക്കി തിരിച്ചു നൽകി. ഒരു കുടുംബാംഗം വിട്ടുപിരിഞ്ഞ വേദനയിൽ അവൻ്റെ ഓർമ്മ ദിവസം സംഘടിപ്പിക്കുകയായിരുന്നു രഘുവും വീട്ടിലുള്ളവരും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.